ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡിന്റെ മെനുവിലുള്ള ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് എന്നുള്ള മെനു ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് റേഷൻ കാർഡിന്റെ ഈ ഒരു സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കസ്റ്റമറുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എന്നതാണ്. എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വീഡിയോത്തിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യമായ സർവീസ് ചെയ്യാനായിട്ട് ഈ സർവീസസ് എന്നുള്ള മെനു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ക്ലോസ് കൊടുക്കുക. ഇവിടെ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സന്ദർഭം നമ്പർ 1, കാർഡ് ഉടമ മരണപ്പെട്ട് പോവുക. 2, കാർഡ് ഉടമയ്ക്ക് സുഖമില്ലാതാവുക അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഒരാളായിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റൊരു ഉടമയ്ക്ക് ഉടമസ്ഥാവകാശം കൈമാറാനായിട്ട് പറ്റും. 3, നിലവിലെ കാർഡ് ഉടമയായിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരു റേഷൻ കാർഡിലോട്ട് പോകണം. അത് ട്രാൻസ്ഫർ വഴിയോ പോകണം, അല്ലെങ്കിൽ നേരിട്ട് സമ്മതപത്രം വഴിയോ പോകണം. സോ അങ്ങനെയുള്ള സമയങ്ങളിലും ആ ഒരു ഉടമയ്ക്ക് മറ്റൊരാൾക്ക് റേഷൻ കാർഡ് അംഗത്വം കൈമാറാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള 3 സന്ദർഭങ്ങളിലാണ് പ്രധാനമായിട്ട് നമുക്ക് റേഷൻ കാർഡിന്റെ അംഗത്വം മറ്റൊരാൾക്ക് കൈമാറാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ ഭാഗത്ത് ഡിലേറ്റ് എക്സിസ്റ്റിംഗ് ഓണർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മളിവിടെ യെസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ റീസൺ എന്നുള്ള ഭാഗത്ത് നിലവിലെ കാർഡ് ഉടമയുടെ മരണം കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ പുതിയൊരു ഓണറെ സെലക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളായിരിക്കണം അവിടെ ഉടമയായിട്ട് വരേണ്ടത്. ഇനി സ്ത്രീകളില്ലാത്ത കേസുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പുരുഷന്മാർക്ക് ഉടമയായിട്ട് വരാവുന്നതാണ്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ താഴെ കുറച്ച് പോപ്പ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ പുതിയ ഉടമയ്ക്ക് മറ്റു അംഗങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്താണോ അതിവിടെ കൃത്യമായിട്ട് മാറ്റം വരുത്തി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പുതിയ ഓണറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ എനേബിൾ. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 15 KB താഴെ ആയിരിക്കണം ഫോട്ടോയുടെ സൈസ് നമ്മൾ കൊടുക്കും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യുകയാണ്. സാധാരണ സ്റ്റെപ്പ് പോലെ തന്നെ ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫയലുകൾ എന്ന് പറയുമ്പോൾ മരണപ്പെട്ടു പോയ കേസുകളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനിയെല്ലാം മറ്റുള്ള കേസുകളിലാണെങ്കിൽ ഒരു വെള്ള കടലാസിൽ അപേക്ഷ അല്ലെങ്കിൽ സമ്മതപത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, കാർഡ് ഉടമ മറ്റൊരാൾക്ക് വേണ്ടി അവകാശം കൈമാറുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പ്രായം ആയ ആളുകളുടെ വെള്ള കടലാസിലെ അപേക്ഷയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് എടുത്ത് അതിനെ കൊണ്ട് കാർഡ് ഉടമയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക. അതിനുശേഷം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഫോർവേഡ് ചെയ്യുക. ഇതാണ് റേഷൻ കാർഡിലെ കാർഡ് ഉടമയെ മാറ്റ പ്രോസസ് എന്നുള്ളത്.